നടരാജ്, ഞാൻ എന്റെ മോളെ കാണുന്നില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ. താനൊന്ന് ശാന്തമായിട്ടിരിക്കടോ. ആ പെണ്ണിന് ഇതുവരെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, അറിയാൻ പാടില്ലാതാ ഞാനും ഉണ്ടാതിരുന്നത്. പക്ഷെ ഒരു കാര്യം, അവള് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മകൾ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടാണ്. താൻ ഇവിടെ തന്നെ ഇരുന്നാ മതി, തന്റെ മകളെ ഞാൻ കൂട്ടിട്ട് വരാം. ആലോചിക്കാൻ സമയമില്ല. നോക്ക, ഇനി ഒരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ മാഷ് പറയുന്നത് പോലെ അനുസരിച്ച് ഈ സ്കൂൾ കാര്യത്തിൽ തലയിടില്ലാന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഈ സ്ഥലം വിടുന്ന നീ പൊയ്ക്കൊള്ളണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ നോക്ക്, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത്. നിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലേ വെട്ടിനുറുക്കി എറിഞ്ഞേനെ. മര്യാദയ്ക്ക് എഴുതി കൊടുത്തിട്ട് പോ. അവളും ചെറിയ കുട്ടിയാണ്, ശാന്തമായി പറഞ്ഞ അവനൊന്നും ചെയ്യരുത്. ഞാൻ അവളെ മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളുടെ സ്കൂളിൽ ഇടപാട് ഞാൻ നോക്കിക്കോളാം. പ്ലീസ് അവനെ വിട്ടേക്ക്. എടാ, ഇവളുടെ അച്ഛൻ ഈ സ്ഥിതി കണ്ടിരുന്നെങ്കിലേ അയാളുടെ മനസ്സുടനെ മാറിയാനെ. നീ എന്തിനാ വന്ന് ഇതിൽ തലയിട്ട്? നീ എന്താ വലിയ ഹീറോ ആണോ? ഞാനൊരു സ്കൂൾ മാഷാണ്, എന്നോട് അല്പം ബഹുമാനം കാണിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കുന്ന കരുതാൻ ഞാൻ അങ്ങോട്ട് വന്നത്. പ്ലീസ്. ഞങ്ങളുടെ സ്കൂള് ഈ കാര്യത്തിൽ എത്ര പേര് ഇടപെട്ടാലും എല്ലാത്തിനും അടിച്ചോടിക്കും. ഈ പെങ്കോച്ചിനെ കണ്ട് ഞങ്ങള് ഭയപ്പെടണമെന്നാണോ? 9ാം ക്ലാസ്സിലെ പാഠം 9ലാ പഠിക്കണമെന്നോ? 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പാടില്ലേ? അതെന്താണെന്ന് ചോദിച്ചാ ഇവര് പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? എല്ലാ കാര്യവും ഇവള് പറയും, അതുപോലെ ഞങ്ങൾ കേൾക്കണോ? ഞങ്ങളെന്താ അനാഥ വിദ്യാലയമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. പണമാണ് പണം. പണം കൊയ്യുന്ന തൊഴിലാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ നിയമം ഉണ്ടാക്കും, ചോദിക്കുന്നവരെ വെട്ടും. നിങ്ങൾ നിയമം ഉണ്ടാക്കി ഞങ്ങളത് ലംഘിക്കും. ഇവിടെയുള്ള എല്ലാ സ്കൂളുകളെക്കാളും ഞങ്ങളുടെ സ്കൂളായിരിക്കണം നമ്പർ 1. അപ്പോഴാ പണം വന്ന് കുമിയുള്ളൂ. അതേടാ, കുമയും കുമയും. അത് നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പെണ്ണിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കുട്ടികൾ മൃഗങ്ങളല്ല. സ്കൂൾ നശിപ്പിക്കരുത്. മാതാപിതാക്കളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കാശ് വാങ്ങിച്ചിട്ട് അവരെ തന്നെ നിങ്ങൾ അപമാനിക്കരുത്. ഇപ്പോഴുള്ള എല്ലാ പ്രൈവറ്റ് സ്കൂളും ബിഹാർ ജയിലിലെ തടവുകാരെ പോലെയാണ് കുട്ടികളെ നോക്കുന്നത്. 10ന്റെ പോർഷൻ എടുക്കുന്നു, 11th 12ലെ പോർഷൻ എടുക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ എപ്പോഴാണ് നിങ്ങൾക്ക് ഗവൺമെന്റിന് ഓർഡർ കിട്ടിയത്? എന്ത് ചെയ്യുന്ന പറയുന്നത്? കിടന്ന് ചിലക്കുന്നുണ്ടല്ലോ. എന്റെ മോളെ ഒന്ന് മിണ്ടാതിരിക്കുക കുറച്ചു നേരം. നിങ്ങൾ ഇവന്മാരോട് സംസാരിച്ച് അപമാനപ്പെടണ്ട. സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ, രണ്ടിനെയും കൊന്ന് വലിച്ചെറിയടാ. എന്ത് വേണമെങ്കിലും മരിക്കാൻ എനിക്ക് പേടിയില്ല. നിങ്ങളുടെ സ്കൂളും ഇവിടെയുള്ള എല്ലാ സ്കൂളും വേറെയാക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ ഞാൻ മരിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് നിങ്ങൾ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോടാ, നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. നിന്റെ ഗതി ഇത് തന്നെ ആയിരിക്കും. നടരാജ്, എന്തുവാടാ യാഴിനി എവിടെ? അവള് വരുന്നേ. എടോ, തന്റെ മോള് വരും, താൻ വീട്ടിലേക്ക് പൊക്കോന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ. ചെല്ലടോ. നടരാജ്, നിനക്ക് എന്താ പ്രശ്നം? അല്ല, നീ ശ്രദ്ധിക്കണം കേട്ടോ. താൻ ചെല്ലേ. അവള് വരുമല്ലോ. വരൂടോ. നടരാജേ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അത് പിന്നെ ഇനി ഇവിടെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവച്ഛവമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ടു പോവുക. നീ പേടിക്കണ്ട, തെറ്റായ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങളിങ്ങനെ പോവും. കാശി, രാമേശ്വരം, അങ്ങനെ ഒരു ദേശാടനം.
പോകുന്നവരെ പോട്ടെ. എന്നെങ്കിലും ഒരു ദിവസം അവള് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങളെ കാണാതെ അവൾക്ക് കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഈശ്വര, ക്ഷമിക്കടോ. നിന്നോട് എന്തിനാണോ ക്ഷമിക്കുന്നത്? നീ എന്ത് ചെയ്യാനാ? നീ ദൈവമാണോ? നീ ഒരു മനുഷ്യനല്ലേ? പിന്നെ ചോറ്റാനിക്കര ഭഗവതി അമ്മയെയും നിന്നെയും വിശ്വസിച്ച് മാത്രമാണ് ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്. ആ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മോള് തിരിച്ചു വരും. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു രഹസ്യവും പാടില്ലടോ. ഞാനാണോ പാപം ചെയ്തത്? അങ്ങനെയൊന്നും നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നില്ലടോ. തനിക്കിങ്ങനെ ഒരു സ്ഥിതി വരാൻ ഞാനല്ലടോ കാരണമായത്. നമ്മൾ തമ്മിൽ എന്തിനാടോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്? എന്നെ വിശ്വസിച്ച കൊച്ചിനെ താൻ ഇങ്ങോട്ട് വന്നില്ലടോ. എന്നിട്ട് നിനക്കിങ്ങനെ ഒരു സ്ഥിതി വന്നല്ലടോ. ശരി ശരി ശരി, അതൊക്കെ ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ പിന്നെ ഒരു അറിഞ്ഞു തന്നെ. എന്താണോ ഇത്? നടരാജൻ, ഇതെന്റെ ജീവനാണ്. ഇത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച 2 ഏക്കർ സ്ഥലത്തിന്റെ പത്രമാ. പിന്നെ കുറച്ച് സ്വർണ്ണങ്ങൾ, ബാങ്കിൽ അവക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പണം, അതൊക്കെ ഇപ്പൊ ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ? എന്തിനാന്നോ? ഞാനെവള് ഇനി അങ്ങോട്ട് യാഴിനിക്ക് നീ അല്ലടാ അച്ഛൻ. ഈ പെങ്ങളാണ് അവളുടെ അമ്മ. നിങ്ങളുടെ മോള് യാഴിനിക്ക് സഹോദരിയും. അവളുടെ ആഗ്രഹം എന്താന്ന് അറിയോടാ നിനക്ക്? അച്ഛാ, ഞാനൊരു പ്രൈവറ്റ് സ്കൂള് തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണമേ വേണ്ടെന്ന് അവള് പറഞ്ഞത്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരുന്നത് പോലെ ഒരു സ്കൂള് ഞാൻ തുടങ്ങി കാണിക്കുവച്ചാ എന്നാണ് അവള് പറഞ്ഞത്. ഇക്കാലത്തെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിഷം കുത്തിവെക്കുന്നത് പോലെയല്ലേ പഠിപ്പിക്കുന്നത്. എനിക്ക് ആ രീതിയൊക്കെ മാറ്റണം വച്ച എന്നാണ് അവള് പറഞ്ഞത്. എത്ര സന്തോഷത്തോടെ പറഞ്ഞെന്നറിയോ? തമാശ പോലെ അവള് പറഞ്ഞത്. അച്ഛാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് സ്വപ്നം കാണാനാ കൊതിക്കുന്നറിയോ? നാളെ ഹർത്താൽ വന്നിരുന്നെങ്കിൽ സ്കൂളിന് അവധിയാവുമല്ലോ. അങ്ങനെ ആ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇരുന്ന് കളിക്കാമല്ലോ എന്നും ഓർത്താ ഉറങ്ങാൻ പോകുന്നതെന്ന്. പക്ഷെ ഞാൻ തുടങ്ങുന്ന സ്കൂൾ അങ്ങനെ ആയിരിക്കില്ല അച്ഛാ. എന്നും സ്കൂളിൽ പോകണമെന്നുള്ള ചിന്തയോടെ ആയിരിക്കും എല്ലാ കുട്ടികളും എഴുന്നേൽക്കുക. അതുപോലെ ഒരു സ്കൂളാണ് അച്ഛാ എൻ്റെ സ്വപ്നത്തിലുള്ളതെന്നാ പറഞ്ഞത്. മാതാപിതാക്കളെടുത്ത് പോലും കിട്ടാത്ത ഒരു സ്നേഹം ആ കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കും അച്ഛാ. അതുപോലെ ഒരു സ്കൂൾ ഞാൻ തുടങ്ങുമെന്ന് ശപഥം ചെയ്തതാ അവള്. ഞാൻ തുടങ്ങുന്ന സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. അതിനുശേഷം മതി പഠിത്തം എന്നാണ് അവള് പറഞ്ഞത്. എൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കുമെന്ന് എത്ര വിശ്വാസത്തോടെ അവള് പറഞ്ഞെന്നറിയോ? നടരാജ്, ഇതൊക്കെ നീ നിറവേറ്റുമല്ലോടാ? അല്ല, നിങ്ങളിത് നിറവേറ്റിയേ പറ്റൂ. നീ ചെയ്യൂടാ. എനിക്ക് നിന്റെ വിശ്വാസമുണ്ട്, നീ ചെയ്യും. മനുഷ്യരാശിക്ക് മുകളിൽ ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ഈ ചോറ്റാനിക്കര ഭഗവതി അമ്മയുടെ രൂപത്തിൽ എൻ്റെ യാഴിനിയുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റും. എനിക്കതിന് നല്ല വിശ്വാസമുണ്ട്. എന്നാ പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങാം. ഞങ്ങൾ പോകും പറഞ്ഞതുപോലെ. നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ ഒറ്റയ്ക്കാട്ട് പോവല്ലടാ. എന്ത് ക്രൂരതയായിരുന്നു അത്. ഇനിയും മഹാപാപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. നളിനി, നീ ഞങ്ങളുടെ വീട്ടിലെ ദൈവമാണ്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല മോളെ. നളിനി, നീ ഭരതിന്റെ കൂടെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് നിനക്കറിയില്ലേ? എന്താ മനസ്സിലാക്കാത്തത്? നമ്മുടെ സ്കൂൾ എങ്ങനെയാ നടന്നത്, ഇപ്പൊ എങ്ങനെയാണോ ഉള്ളതെന്ന് അറിയാലോ. നിന്റെ മുത്തശ്ശൻ മരിച്ചതിന് ആരാ കാരണക്കാരൻ? പരമ്പരയായിട്ട് ദാനം ചെയ്ത കുടുംബമാണിത്. എടാ വിട്ടേക്കടാ.
നോക്കുമോളെ, ഞാനും നിന്റെ ചിറ്റപ്പനും നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്യും. ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ ജീവിക്കണോ വേണ്ട എന്നുള്ളത് ഇനി നീ തീരുമാനിക്കുക. ആ ഭരത്തിനെ കണ്ടം തുണ്ടമായി വെട്ടണം. എങ്കിലേ ഇവിടെ ഉള്ളവന്മാർക്ക് ഭയം വരും. അവൻ കൗശലക്കാരനാ. പക്ഷെ നിന്നോട് അവൻ ഒന്നും ഒളിക്കില്ല. നീ പഠിച്ചവളാണ്. അവനെ ഏത് വിധത്തിൽ എങ്ങനെ കൊല്ലണമെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ആർക്കും സംശയമില്ലാതെ തീർത്തേക്കാം. എന്താ ഇവിടെ എല്ലാരും കൂടിയിട്ട് പറയുന്നതൊക്കെ നല്ല ഐഡിയ ആണല്ലോ. ക്ലൈമാക്സിലേക്ക് വന്നോ? കാര്യം ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കഴുത്തിൽ കയറിട്ട് ഇവിടെ തൂക്കിയിടും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാടിന്റെ സന്തോഷം, സമാധാനം, ദുഃഖം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരു കുപ്പിക്കകത്താണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ? പിന്നെ എന്തിനാ ആ കുട്ടിയെ വെറുതെ ഇട്ട് കരയിക്കുന്നേ? അവളെ വെറുതെ വിട്ടേക്കാ. നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമോ? എടാ വിട്ടേക്കണം. അവൾ എന്റെ രക്തോടാ. നമ്മൾ പറഞ്ഞതേ കേൾക്കൂ.